എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനും മറ്റ് 2 വൈദികർക്കും എതിരെ സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ കടുത്ത നടപടിക്ക് സാധ്യത തെളിഞ്ഞു. സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതിനാൽ ട്രൈബ്യൂണൽ നടപടികൾ മരവിപ്പിച്ചത് പിൻവലിച്ച് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ജഡ്ജ് ജെയിംസ് പാമ്പാറയച്ചന് സീറോ മലബാർ സഭയുടെ ജനറൽ മോഡറേറ്റർ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് മാർ മാത്യു മൂലക്കാട്ട് കത്തയച്ചതോടെയാണ് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ ട്രൈബ്യൂണൽ നടപടികൾ മരവിപ്പിച്ച് പുറപ്പെടുവിച്ച ഡിഗ്രി പിൻവലിക്കുന്നുവെന്നും ട്രൈബ്യൂണലിന് വിമത വൈദികർക്കെതിരായുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള അധികാരമുണ്ടെന്നത് അംഗീകരിക്കുന്നുവെന്നും മാർ മാത്യു മൂലക്കാട്ട് വ്യക്തമാക്കി. മാർ പാംബ്ലാനിയുടെ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ നടപടികൾ സഭയുടെ ജനറൽ മോഡറേറ്റർ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് മാർ മാത്യു മൂലക്കാട്ട് നേരത്തെ മരവിപ്പിച്ചത്. എന്നാൽ കാനൻ നിയമപ്രകാരം ഇത്തരത്തിൽ ഇടപെടാൻ മാർ മാത്യു മൂലക്കാടിന് അധികാരമില്ലെന്ന് കാനൻ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ നടപടിയെടുത്ത ഫാദർ വർഗീസ് മണവാളന് ഒത്താശ ചെയ്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതാണ് വിമതർക്കൊപ്പം തുഴയുന്ന മാർ പാംബ്ലാനിയെ പ്രകോപിപ്പിച്ചത്.